പ്രീതിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മഞ്ജുവിനോട് പറയണോ? ഇതെല്ലാം അവളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് ശരിയല്ല. ഗിരിയേട്ടാ, എന്താ ഗിരിയേട്ടാ, കാര്യമായിട്ട് എന്തോ ആലോചിക്കുന്ന പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. വെറുതെ നുണ പറയല്ലേ. ഗിരിയേട്ട മുഖം കണ്ടാലറിയാം എന്തോ കാര്യമായിട്ട് ആലോചനയിലാണെന്ന്. മഞ്ജുവിനോട് എല്ലാം പറയാം. ചിലപ്പോൾ അവൾക്ക് പ്രീതിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിച്ച് മനസ്സ് മാറ്റാൻ കഴിഞ്ഞെന്ന് വരും. അത് പിന്നെ മഞ്ജു മോളെ, നീ ഇതുവരെ എവിടെയായിരുന്നു മോളെ? സ്റ്റേഷനിൽ നിന്ന് നിന്നെ ഇപ്പോഴാണോ വിട്ടത്? അല്ലമ്മേ, ഞാൻ വരുന്ന വഴിക്ക് സ്വപ്ന ഒന്ന് കാണാൻ പോയി. എന്നിട്ട്? ഞാൻ മഹിമയ്ക്ക് വേണ്ടി അവളോട് ക്ഷമ ചോദിച്ചു. അവളെല്ലാം ക്ഷമിക്കാനുള്ള വിശാല മനസ്കത കാണിക്കുന്നുണ്ട്. പക്ഷേ ഗോപാലിനും സഞ്ജുവും ഒരിക്കലും മഹിമയോട് ക്ഷമിക്കില്ല എന്ന് സ്വപ്ന തീർത്തും പറഞ്ഞു. ആ കാര്യത്തിൽ അവക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ അവൾ എന്നോട് പറഞ്ഞത്. ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? വെറുതെ സ്വപ്നയോട് സംസാരിച്ചിട്ട് എന്താ കാര്യം ഉണ്ടായത്? അവളോട് ക്ഷമ ചോദിക്കുകയായിരുന്നു എന്റെ പ്രധാന ലക്ഷ്യം. ഞാനും ഒരു അമ്മയാവാൻ പോവല്ലേ. അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. എന്തിനാണ് വെറുതെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്? ഈ അവസ്ഥയിൽ നീ സന്തോഷത്തോടെ ഇരിക്കേ വേണ്ടത്. അതിനിടയ്ക്ക് വെറുതെ ഇങ്ങനെ മോശം കാര്യങ്ങൾ ചിന്തിക്കാനും അന്വേഷിക്കാനും നടക്കണ്ട. ഗിരി, നിന്നോടും കൂടിയാണ് പറയുന്നത്. ഇവളോട് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി. അല്ലാത്ത കാര്യങ്ങളെല്ലാം നീ അങ്ങ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്താൽ മതി, കേട്ടോ?